ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്സിൻ്റെ സെക്കൻഡ് ടേം ഇവാലുവേഷൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് പുതിയ സിലബസ് പ്രകാരമുള്ള ക്രിസ്മസ് പരീക്ഷയുടെ 2024-25 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറേ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ക്ലാസ് 3 ക്രിസ്മസ് എക്സാം എന്നുള്ള പ്ലേലിസ്റ്റിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതുപോലെ എല്ലാ സബ്ജക്റ്റിൻ്റേതും അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോയുടെ എൻഡ് ഭാഗത്ത് ഞാനത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 1 പാറ്റേൺ. കംപ്ലീറ്റ് ദി പാറ്റേൺ ബിലോ. പാറ്റേൺസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. എന്താണ് പാറ്റേൺ അല്ലേ? നെക്സ്റ്റ് വരുന്നത് എന്താണ്? വാട്ട് കംസ് നെക്സ്റ്റ് അല്ലേ? നെക്സ്റ്റ് ഉള്ളത് ഏതാണ്? അതായത് ഫസ്റ്റ് പിക്ചറിൽ നിങ്ങൾ എന്താണ് 3 ബോൾസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ആ 3 ബോൾസിൻ്റെ താഴെ ഒരു 3 ബോൾസ് വന്നു. പിന്നെ ആ പിക്ചറിൽ അതേ സെയിം പിക്ചറിൻ്റെ താഴെ 4 ബോൾസ് വന്നു അല്ലേ? 4 ബോൾസ് വന്നു. അപ്പോൾ നെക്സ്റ്റ് എന്താണ്? ഈ പിക്ചർ എടുത്ത് വരച്ചിട്ട് അതിൻ്റെ താഴെ 5 ബോൾസ് വരക്കണം. 5 ബോൾസിലെ ഒന്ന് കൂടി വരികയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതേ സെയിം പിക്ചർ ഇങ്ങനെ വരക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ ഒരു 5 ബോൾസ് 1 2 3 4 5 ബോൾസ് വരക്കുകയാണ് വേണ്ടത് അല്ലേ? ആദ്യം 2 ആയിരുന്നു, പിന്നെ 3, പിന്നെ 4, ദെൻ 5 അല്ലേ? അങ്ങനെ വരക്കുകയാണ് വേണ്ടത്. നെക്സ്റ്റ് ഇതിലെ ബി ക്വസ്റ്റ്യൻ 4 ബോക്സ് ഉണ്ടല്ലേ? ഇവിടെയൊക്കെ 4 ബോക്സ്. ഫസ്റ്റ് ഷെയ്ഡ് ചെയ്തത് ഈ റൈറ്റ് സൈഡിലെ ഇവിടെയാണ്. ദെൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു അല്ലേ? താഴേക്ക് മൂവ് ചെയ്തു. ദെൻ ഇങ്ങോട്ടില്ലേ ഇങ്ങനെ കറങ്ങി വരികയാണ്. ഇവിടെ ഉള്ളത് ഇങ്ങോട്ട് വന്നു. അടുത്ത പിക്ചറിൽ അത് ഇങ്ങോട്ട് പോയില്ലേ? ഇങ്ങോട്ട് പോയി. ഇനി നെക്സ്റ്റ് ഇങ്ങോട്ട് മുകളിലേക്ക് പോകണല്ലേ? ഫസ്റ്റത്തേൽ മാത്രമാണ് ഷെയ്ഡ് ചെയ്തത്, ഏതിലും ഇല്ല. അപ്പോൾ നെക്സ്റ്റ് ഒരു ബോക്സ് വരച്ചിട്ട് ഫസ്റ്റത്തേൽ നമ്മൾ ഷെയ്ഡ് ചെയ്യണം അല്ലേ? നെക്സ്റ്റ് അതേപോലത്തെ ഒരു സ്ക്വയർ വരക്കുക. എന്നിട്ട് ആദ്യം ഷെയ്ഡ് ചെയ്തത് ഇവിടെയാണ്. നെക്സ്റ്റ് രണ്ടാമത് ഇവിടേക്ക് വന്നു, പിന്നെ ഇവിടേക്ക് വന്നു. ഫസ്റ്റിൽ മാത്രം ഷെയ്ഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റത്തെ ബോക്സിൽ ഷെയ്ഡ് ചെയ്യുക, ബ്ലാക്ക് കളർ കൊടുക്കുക. ദെൻ ഒരു ചെറിയ സർക്കിൾ ഉണ്ട് അല്ലേ? അത് ആദ്യം ഇവിടെയായിരുന്നു, പിന്നെ മുകളിലേക്ക് വന്നു, പിന്നെ അടുത്തയിലേക്ക് ചാടി, പിന്നെ ഇവിടെ മാത്രമല്ല ഇല്ലാത്തത്. അപ്പോൾ അതിൻ്റെ എൻഡിൽ മാത്രം എന്താണ്? ചെറിയൊരു സർക്കിളില്ലേ? ഈ എൻഡിൽ മൂലയിലായിട്ട് ചെറിയൊരു സർക്കിൾ വരക്കുക. ഇവിടെ മാത്രമാണ് ഇല്ലാത്തത്. ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ അത് മുകളിലേക്ക് പോയി, പിന്നെ സൈഡിക്കില്ലേ ഈ ഭാഗത്തേക്ക് വന്നു. താഴല്ലേ ഇവിടെ മാത്രം ഇല്ലാത്തത്. അപ്പോൾ അവിടെ ചെറിയൊരു സർക്കിൾ വരക്കുക. നെക്സ്റ്റ് 1 5 5 2 5 6 3 5 7 1 2 3 അല്ലേ? ഫസ്റ്റ് നമ്പർ നോക്കൂ, 1 2 ആയി, ദെൻ 3 ആയി. നെക്സ്റ്റ് എന്ത് ചെയ്യണം? 4 ആവണം. ദെൻ സെൻറ്ററിലില്ലേ മിഡിലിൽ എന്താണ്? എല്ലായിടത്തും 5 തന്നെയാണ്. 5 5 5. അപ്പോൾ നമ്മൾ അടുത്തത് 5 എഴുതുക. ദെൻ നെക്സ്റ്റ് എന്താണ്? 5 എന്തായി? 6 ആയി അല്ലേ? 6 എന്തായി? 7 ആയില്ലേ? ഒന്ന് ആഡായിട്ട് വരികയാണ്. അപ്പോൾ 7 നെക്സ്റ്റ് 8 എഴുതണം അല്ലേ? അപ്പോൾ നെക്സ്റ്റ് നമ്മൾ 8 എഴുതണം. 1 ഉള്ളത് 2 ആയി, 3 ആയി, നെക്സ്റ്റ് 4 ആയി, മിഡിലിൽ 5 തന്നെയാണ്. നെക്സ്റ്റ് 5 6 ആയി, 7 ആയി, 8 ആയി. ഓക്കെ. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യനിൽ എന്താണ്? ആരോ ഇങ്ങോട്ട് വന്നു അല്ലേ? റൈറ്റിലേക്ക്, പിന്നെ ഡൗണിലേക്ക്, പിന്നെ ലെഫ്റ്റിലേക്ക്. ദെൻ എന്താണ്? അപ്പില്ലേ? മുകളിലേക്കില്ലല്ലോ. അപ്പോൾ നെക്സ്റ്റ് മുകളിലേക്കാണ്. ചൂസ് ദി കറക്റ്റ് പിക്ചർ ടു കംപ്ലീറ്റ് ദി പാറ്റേൺ. അപ്പോൾ ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാൻ കറക്റ്റ് പിക്ചർ ഏതാണ്? നെക്സ്റ്റില്ലേ മുകളിലേക്ക് മാത്രമില്ല. അപ്പോൾ ഇതില്ലേ ഇത് എടുത്തിട്ട് ഇങ്ങോട്ട് വരക്കാണ് വേണ്ടത്. നെക്സ്റ്റ് മുകളിലേക്കില്ലേ ഓപ്ഷൻ 3 അല്ലേ? സൈഡിലേക്ക് ഉണ്ട്, ഡൗണിലേക്കായി, പിന്നെ അത് ഇങ്ങോട്ട് തിരിഞ്ഞു, മുകളിലേക്ക് മാത്രമില്ല, അപ്വേർഡ് മാത്രമില്ല. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ, റൈറ്റ് എ പാറ്റേൺ ഇൻവോൾവിങ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ഒരു പാറ്റേൺ ഏതാനാണ് പറഞ്ഞത്. അപ്പോൾ 3 ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 100ലാണ് അല്ലേ? 1 2 3 അല്ലേ? 3 ഡിജിറ്റ്സ്. 10 എന്താണ്? 2 ഡിജിറ്റ്സ് ഉള്ളൂ. 1 2 അല്ലേ? 2 ഡിജിറ്റ്സ് ആണ്. 1 ഡിജിറ്റ് നമ്പർ, 2 ഡിജിറ്റ് നമ്പർ, 3 ഡിജിറ്റ് നമ്പർ പറയുമ്പോൾ 100ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 100 ആണ്. നെക്സ്റ്റ് എന്താണ്? അല്ലേ 150 എഴുതാം, 200 എഴുതാം, ഏത് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ഒരു പാറ്റേൺ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 100 എടുത്താൽ നെക്സ്റ്റ് 200 എടുക്കാം. നെക്സ്റ്റ് സിമ്പിൾ ആയിട്ടുള്ളൊരു പാറ്റേൺ അല്ലേ? 300 എടുക്കാം, 400 എടുക്കാം അല്ലേ? 100 ഇൻക്രീസ് ചെയ്ത് വരുന്ന പാറ്റേൺ. അല്ലെങ്കിൽ 150 250 350 450 അങ്ങനെ എഴുതാം അല്ലേ? 100 തന്നെ എഴുതണം എന്നില്ല. അപ്പോൾ 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ഒരു പാറ്റേൺ എഴുതാനാണ് പറഞ്ഞത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, സേ ദി നമ്പർ. എ ബസ് ഹാസ് 11 സീറ്റ് ഓഫ് 3 പീപ്പിൾ ആൻഡ് 9 സീറ്റ്സ് ഓഫ് 2 പീപ്പിൾ. അപ്പോൾ ഒരു ബസ്സിൽ 11 സീറ്റ്, 3 പേർക്ക് ഇരിക്കുന്ന 11 സീറ്റ് ഉണ്ട്. 2 പീപ്പിളിന് ഇരിക്കാൻ പറ്റിയ 9 സീറ്റുകളാണുള്ളത്. 2 ആളുകൾ ഇരിക്കുന്നല്ലേ 2 സീറ്റ് അല്ലേ? 2 സീറ്റ് 2 ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ 9 സീറ്റുകളുണ്ട്. അതുപോലത്തെ 3 ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയല്ലേ? 3 ആളുകൾക്ക് 3 സീറ്റില്ലേ? അങ്ങനെ 3 സീറ്റ് 11 എണ്ണമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പീപ്പിൾ ക്യാൻ സിറ്റ് ഇൻ ദി ബസ് അല്ലേ? ടോട്ടൽ എത്ര ആളുകൾക്ക് ഈ ബസ്സിൽ ഇരിക്കാം? ടോട്ടൽ എത്ര ആളുകൾക്ക് ഇരിക്കാം അല്ലേ? ആകെ എത്രയാണ് പറഞ്ഞത്? 11 അല്ലേ? 3 പേർക്ക് ഇരിക്കാൻ പറ്റിയ 11 സീറ്റ്. അപ്പോൾ 3 പേർക്ക് ഇരിക്കാൻ പറ്റിയ 11 സീറ്റ് എന്ന് പറയുമ്പോൾ
3 × 11 അല്ലേ, 11 സീറ്റുകളില്ലേ, 3 ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ 11 സീറ്റുകളില്ലേ. 3 × 11 എത്രയാണ് അല്ലേ, 3 × 1 3, ദെൻ 3 × 1 അല്ലേ, 2 1 ആണ് ഉള്ളതില്ലേ. 3നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 3നെ ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ. 3 × 1 3, ദെൻ 3 × 1 3 അല്ലേ, അപ്പോൾ 33 എന്ന് കിട്ടി. അപ്പോൾ ഒന്നേ കിട്ടിയിട്ടുള്ളൂ അല്ലേ, 11 സീറ്റ് ഓഫ് 3 പീപ്പിൾ. നെക്സ്റ്റ് 9 സീറ്റ് ഓഫ് 2 പീപ്പിൾ, 9 സീറ്റ്, 2 ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ 9 സീറ്റുകളുണ്ട്. അതായത് എന്ത് ചെയ്താൽ 2 ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ 9 സീറ്റുകളാണുള്ളത്. 9 × 2 എത്രയാണ്, 18 അല്ലേ, 18 ആണ്. 9 9 2 9 18 അല്ലേ, 9 2s are 18. അപ്പോൾ 18 33 അല്ലേ, 13 പേർക്ക് ഇരിക്കാൻ പറ്റിയ 11 സീറ്റ് 31 ആളുകൾക്ക് ഇരിക്കാം. അതുപോലെ 2 ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ 9 സീറ്റുകൾ അല്ലേ, അങ്ങനെ അത് 18 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ്, 33ഉം 18ഉം ആഡ് ചെയ്താൽ എത്രയാണ്, 33 + 18. 8 + 3 11, ബാലൻസ് 1, 1ഉം 3ഉം 4ഉം 1ഉം 5 അല്ലേ, 51 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ടോട്ടൽ അല്ലേ, ആകെ എത്ര പേർക്ക് ഇരിക്കാം, ഹൗ മെനി പീപ്പിൾ ക്യാൻ സിറ്റ് ഇൻ ദി ബസ് അല്ലേ, ബസ്സിൽ ആകെ എത്ര പേർക്ക് ഇരിക്കാം എന്നാണ് ചോദിച്ചത്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, വെൻ ദി ജേർണി സ്റ്റാർട്ടഡ് 2 seats of 3 people and 4 seats of 2 people were empty. How many more people can sit and travel in the bus? അപ്പോൾ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ യാത്ര തുടങ്ങിയപ്പോൾ 2 സീറ്റുള്ള 3 ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ 2 സീറ്റും അതുപോലെ 2 ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ 4 സീറ്റും കാലിയാണ്, എംറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് കൂടി ആ ബസ്സിൽ ഇരിക്കാം അല്ലേ, എത്ര ആളുകൾക്ക് കൂടി ഇരിക്കാം അല്ലേ, അതായത് എംറ്റി ആയിട്ട് എത്ര പേർക്ക്, എത്ര കാലി സീറ്റ് ഉണ്ടല്ലേ, അത്രയും സീറ്റിൽ ആളുകൾക്ക് ഇരുന്നൂടെ. അപ്പോൾ എത്ര കാലി സീറ്റ്, എംറ്റി സീറ്റ് എത്ര ഉണ്ടെന്നാണ് ചോദിച്ചത്. അതായത് 2 seat of 3 people, അതായത് 2 × 3 6 + 4 × 2 അല്ലേ, 4 സീറ്റ്, 2 ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ 4 സീറ്റ് ഉണ്ട്. 4 × 2 എന്താണ്, 8, അതായത് 6 + 8 എത്രയാണ്, 14 അല്ലേ. അപ്പോൾ 14 സീറ്റുകൾ എംറ്റി ഉണ്ട്. ആ 14 സീറ്റുകളാണ് കാലിയായിട്ടുള്ളതില്ലേ. അപ്പോൾ 14 ആളുകൾക്ക് കൂടി ആ ബസ്സിൽ യാത്ര ചെയ്യാം. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ദി മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഓഫ് 3 + 3 + 3 + 3 + 3? ടിക്ക് ദി കറക്റ്റ് വൺ. എത്ര 3 ഉണ്ട്, 1 2 3 4 5 6 അല്ലേ, 6 3s are അല്ലേ, 6 3s are എന്നുള്ളത് 6 × 3 എന്നുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണല്ലോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, ഷൂട്ടിംഗ് കോമ്പറ്റീഷൻ. എ പേഴ്സൺ ക്യാൻ ഷൂട്ട് 10 rounds ഓൺ ഈച്ച് ഷൂട്ട്. ഓരോ ഷൂട്ടിലും ഒരാൾക്ക് എത്ര 10 റൗണ്ട് ഷൂട്ട് ചെയ്യാം. വെന്നെവർ ദി ബുള്ളറ്റ് ഹിറ്റ്സ് ദി പേഴ്സൺ ഗോട്ട് ദി സ്കോർ അല്ലേ, ബുള്ളറ്റ് കിട്ടുന്നതിനനുസരിച്ച് ആ സ്കോർ അയാൾക്ക് കിട്ടുന്നതാണല്ലേ. ഇത് നമ്മൾ ഷൂട്ടിങ്ങില്ലേ, ഷൂട്ടിംഗ് കോമ്പറ്റീഷൻ കണ്ടിട്ടുണ്ട്. സെൻറ്ററിൽ കൊള്ളിച്ചാൽ 100 മാർക്ക് കിട്ടും, ഇവിടെ കൊള്ളിക്കുമ്പോൾ 10 മാർക്ക്, ഇവിടെ കൊള്ളിച്ചാൽ 1 മാർക്ക്. ദി സ്കോർ ആഫ്റ്റർ 5 rounds ഓഫ് ഷൂട്ടിംഗ് ഈസ് ഗിവൺ ഇൻ ദി ടേബിൾ. 5 റൗണ്ടിന് ശേഷമുള്ള സ്കോർ താഴെ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദി ടേബിൾ ബൈ ഫൈൻഡിങ് ദി നമ്പർ ഓഫ് ഷോട്ട്സ് ഓൺ 100 10 1. എത്ര തവണ 100ലും 10ലും 1ലും ഒക്കെ അല്ലേ, നമ്പർ ഓഫ് ഷോട്ട്സിൽ എത്ര തവണ കൊള്ളിച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അരുണ് 3 തവണ അല്ലേ, 3 times ആണ് 100ൽ കൊള്ളിച്ചത്. ഇനി 10ൽ ഒറ്റ തവണയും കൊള്ളിച്ചിട്ടില്ല, നിൽ അല്ലേ, ഓൺ 1 അല്ലേ, 1ൽ 2 തവണ കൊള്ളിച്ചിട്ടുണ്ട്. ആകെ 5 വട്ടം അല്ലേ, അത് 3 ടൈംസും 3 ടൈംസും 2 ടൈംസിലെ ആകെ 5 ടൈംസിലെ 5 റൗണ്ട്സിൻ്റെ ടേബിളാണിത്. ആകെ 5 ടൈംസിൽ 5 തവണയാണ് എറിയാൻ കഴിയുന്നത്. അപ്പോൾ 5 തവണ എറിഞ്ഞതിൻ്റെ ലിസ്റ്റാണ് ഈ ബോക്സിൽ എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ 3 ടൈംസ് അല്ലേ, ഇതിൽ 2 ടൈംസ് ആയാൽ 5 ടൈംസ് ടോട്ടലായി. അപ്പോൾ 3 times 100 അറിയുമ്പോൾ 300 അല്ലേ, 3 × 100 300 അല്ലേ. 3 × 100 എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഒരു ഈസി ട്രിക്ക് ഉണ്ട്, സീറോസ് വരുന്നതിൻ്റെ കേസിൽ ഇല്ലേ, അതായത് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. 3 × 1 എന്താണ് 3 ആണ്, ദെൻ 2 0 അല്ലുള്ളത് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 × 100 300 പ്ലസ് 1ൽ എത്രയാണ് 2 ടൈംസ്, 1 × 2 എത്രയാണ് 2 അല്ലേ. അപ്പോൾ 300 + 2 302 അല്ലേ, 300 + 2 302. അപ്പോൾ സ്കോർ 302 ആണ്. 3 തവണ 100ൽ കൊള്ളിച്ചു എന്ന് പറഞ്ഞാൽ 300 മാർക്ക് കിട്ടി, 300 കിട്ടി. പിന്നെ 2 തവണ 1ൽ കൊള്ളിച്ചു, അപ്പോൾ 2 കൂടി ആഡ് ചെയ്യല്ലേ, 300 + 2 302. നെക്സ്റ്റ് വിജയ്ക്ക് കിട്ടിയ സ്കോർ 311 തന്നിട്ടുണ്ട് അല്ലേ, 311 കിട്ടിയത്. അങ്ങനെയൊക്കെ ആയിരിക്കും, 300 ആവണമെങ്കിൽ 3 times 100ൽ കൊള്ളിച്ചാൽ 300 ആയി. ദെൻ ഒരു 11 ബാക്കിയുണ്ട് അല്ലേ, 11 സ്കോർ എവിടെ നിന്ന് കിട്ടും, 3 times കൊള്ളിക്കുമ്പോൾ 300 ആയി, ദെൻ 311 അല്ലേ. അപ്പോൾ 10ൽ ഒരു തവണ കൊള്ളിച്ചാൽ എന്താണ് 310 ആയി. ദെൻ 11 ആവാൻ ഒന്നുകൂടി വേണം അല്ലേ, അപ്പോൾ 1ൽ ഒരു തവണ കൂടി കൊള്ളിച്ചാൽ മതി അല്ലേ. 1ലായാലും 1 മാർക്ക്, 10ൽ കൊള്ളിക്കുമ്പോൾ 10 മാർക്ക് കിട്ടും. അപ്പോൾ 10ഉം 1ഉം 11 അല്ലേ, 311 311 ആയി. നെക്സ്റ്റ് സെബീന അല്ലേ, സെബീനക്ക് 320 ആണ്. അപ്പോൾ 20 അല്ലേ, 300 വരണമെങ്കിൽ 100ൽ 3 times കൊള്ളിച്ചാൽ 300 ആയി. നെക്സ്റ്റ് 20 കിട്ടണമെങ്കിൽ എന്താണ് 10ഉം 10ഉം 20 അല്ലേ, 10ൽ 2 തവണ അല്ലേ, ഇവിടെയും
2 തവണ കൊള്ളിച്ചിട്ടുണ്ടാവും. അപ്പോൾ 320 ആയി. ഇതിലെന്താണ് നിൽ എന്നുള്ളതിന് പകരം ഞാൻ 0 ഇട്ടിട്ടുണ്ട്. ഒറ്റ തവണയും കൊള്ളിച്ചിട്ടില്ല. നിൽ എന്നാണ് എഴുതേണ്ടത്. ഇവിടെ കൊള്ളിച്ചിട്ടില്ല. ആകെ 5 ടൈംസ് ആണ്. 5 റൗണ്ട്സിൻ്റെ ഷൂട്ട് ചെയ്ത ടേബിളാണ്. ഇവിടെ പിന്നെ കൊള്ളിക്കാൻ പാടില്ല അല്ലേ. 3ഉം 2ഉം 5 5 തവണ കൊള്ളിച്ചപ്പോൾ 320 ആയില്ലേ. 300 + 20 320. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, ഹൂ ഗോട്ട് ദി ലീസ്റ്റ് സ്കോർ? ഏറ്റവും കുറവ് സ്കോർ കിട്ടിയത് ആർക്കാണ്? ഏറ്റവും ചെറിയ നമ്പർ ഇതിലേതാണ്? 302 അല്ലേ. 302 കിട്ടിയത് അരുണാണ്. അപ്പോൾ അരുണാണ് ഏറ്റവും ലീസ്റ്റ് സ്കോർ. അപ്പോൾ അരുണാണ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടില്ലേ. 302 ഏറ്റവും ചെറിയ നമ്പർ. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, വെൻ 10 റൗണ്ട്സ് were ഫിനിഷ്ഡ് 1 got 820 points and 1. ഹൂ വൺ ദി കോമ്പറ്റീഷൻ? 10 റൗണ്ട് ഫിനിഷായപ്പോൾ, കംപ്ലീറ്റ് ആയപ്പോൾ അല്ലേ. ഇത് 5 റൗണ്ടിൻ്റെതാണ് ഈ ടേബിൾ. അങ്ങനെ 10 റൗണ്ട് ഫിനിഷായപ്പോൾ ഒരാൾക്ക് എന്താണ് 820 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, എന്നിട്ട് വിജയിച്ചിട്ടുണ്ട്. അത് ആരായിരിക്കും? 1 got 820 points and 1. ഒരാൾ 820 പോയിന്റ് കിട്ടി വിജയിച്ചിട്ടുണ്ട്. ഹൂ വൺ ദി കോമ്പറ്റീഷൻ? ആരാണ് വിജയിച്ചത്? ആരാണ് ഇപ്പോൾ 820 പോയിന്റ് കിട്ടുക അല്ലേ. 320 അല്ലേ. 820 കിട്ടിയത് ആർക്കായിരിക്കും? ഇവിടെ 320 ഉള്ളത് സെബീനക്കാണ്. അപ്പോൾ ഇതേപോലെ ഒരു 5 റൗണ്ട് കൂടി കംപ്ലീറ്റ് ആയിട്ട് 820 കിട്ടാൻ സാധ്യതയുള്ളതില്ലേ. 20 മാർക്ക് ഇവിടെ ഉള്ളതില്ലേ. 20 ഇവിടെ ഉള്ളത് ലാസ്റ്റിലുള്ളത് സെബീനയാണ്. അപ്പോൾ സെബീനക്കായിരിക്കും 820 കിട്ടിയത്. ആരാണ് വിജയിച്ചത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയില്ലായിരുന്നു. 820 കിട്ടി വിജയിച്ചത് എന്തായാലും സെബീനയാണ്. കാരണം 320 ഉള്ളത് സെബീനക്കാണ്. അപ്പോൾ ലാസ്റ്റ് 20 ഉള്ളത് കൊണ്ട് നമുക്ക് ആരാണ് സെബീനൻ്റെ നെയിം എഴുതാം. അപ്പോൾ സെബീനക്ക് മാത്രമേ ഉള്ളൂ 820 കിട്ടിയിട്ട് വിജയിക്കാൻ സാധ്യതയുള്ളത് സെബീനയാണ്. ഡി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്കോർ വുഡ് ബി ദി മോസ്റ്റ് ലൈക്ലി സ്കോർ ഇൻ ദി 10 റൗണ്ട് ഷൂട്ടിംഗ് മാച്ച്? ടിക്ക് ദി റൈറ്റ് വൺ. അപ്പോൾ ഇതിലേതായിരിക്കും 10 റൗണ്ടുള്ള ഷൂട്ടിംഗ് മാച്ചിൻ്റെ സ്കോർ ആവാൻ സാധ്യതയുള്ളത്? ഫോളോവിങ് വുഡ് ബി ദി മോസ്റ്റ് ലൈക്ലി സ്കോർ ഇൻ ദി 10 റൗണ്ട് ഷൂട്ടിംഗ് മാച്ചിൻ്റെ സ്കോർ ആവാൻ സാധ്യതയുള്ളതിന് ടിക്ക് ചെയ്യാനാണ് ടിക്ക് ദി റൈറ്റ് വൺ. ഇതിലേതായിരിക്കും? ഇത് 5 റൗണ്ടുള്ള ഷൂട്ടിങ്ങിൻ്റെ സ്കോറാണ് ഇത് അല്ലേ. 5 റൗണ്ട്സിൻ്റെതാണ് ഈ തന്നത് അല്ലേ. അപ്പോൾ ഇതേപോലത്തെ ഒരു 5 റൗണ്ട്സ് കൂടി ഉണ്ടാകുമ്പോൾ ഇതിലേതായിരിക്കും ആവാൻ സാധ്യതയുള്ളത്? അപ്പോൾ 10 റൗണ്ടായില്ലേ, 10 റൗണ്ട്സായി. അപ്പോൾ ഇതിലേക്ക് ഓരോന്നിലേക്കും അല്ലേ എത്ര ഒരു 5 ഇതേപോലത്തെ ഒരു 5 റൗണ്ട് ഉള്ളത് കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് കിട്ടണം. അങ്ങനെ കിട്ടുന്നത് ഏതായിരിക്കും? നമ്മളിപ്പോൾ 311 അല്ലേ, ഇതിലേക്ക് നമ്മളൊരു അല്ലേ അതേപോലത്തെ ഒരു 5 റൗണ്ടിൻ്റെ 302 അല്ലേ, രണ്ടും 5 റൗണ്ടിൻ്റെ 5 5 10 റൗണ്ടായില്ലേ. 10 റൗണ്ടിൻ്റെ സ്കോർ ആവാൻ സാധ്യതയുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ എത്ര കിട്ടി? 3 1 3യും 3യും 6 613 എന്ന് വരുന്നത് ഓപ്ഷൻ സി. ഓക്കെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രണ്ടെണ്ണം ആഡ് ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ 613 10 റൗണ്ടിലെ. ഇത് 5 റൗണ്ടിൻ്റെ ഒരു സ്കോറാണ്. ഇതും 5 റൗണ്ടിൻ്റെ വേറൊരു സ്കോറാണ് അല്ലേ. അപ്പോൾ ഇതേപോലത്തെ രണ്ടെണ്ണം, ഒരു 5 റൗണ്ടിൻ്റെ സ്കോറും ഒരു 5 റൗണ്ടിൻ്റെ സ്കോറും. അപ്പോൾ 10 റൗണ്ടിൻ്റെ സ്കോറായി. 613 മാത്രമേ ഉള്ളൂ ആവാൻ സാധ്യതയുള്ളത്. ആക്ടിവിറ്റി ഫോർ കാർ ജേണി. ലുക്ക് അറ്റ് ദി ഡിസ്റ്റൻസ് ഫ്രം തിരുവനന്തപുരം ടു വേരിയസ് പ്ലേസസ്. തിരുവനന്തപുരത്ത് നിന്നും വിവിധ സ്ഥലത്തേക്കുള്ള ദൂരം തന്നിരിക്കുന്നു, ഡിസ്റ്റൻസ് തന്നിരിക്കുന്നു. അപ്പോൾ തിരുവനന്തപുരം അല്ലെ, തിരുവനന്തപുരത്ത് നിന്നും എങ്ങോട്ട്? കൊല്ലത്തേക്കുള്ള ദൂരമാണ് ഇത് തന്നത് അല്ലേ. തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്കുള്ള ദൂരം അല്ലേ, ഓരോ തൃശ്ശൂരിലേക്ക്, കോഴിക്കോട്, കണ്ണൂരിലെ, കാസർഗോഡ്, തിരുവനന്തപുരത്ത് നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള വേരിയസ് പ്ലേസസിലേക്കുള്ള ഡിസ്റ്റൻസ്, ദൂരമാണ് തന്നത് കിലോമീറ്ററിലല്ലേ. ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെയുണ്ട്. ക്വസ്റ്റ്യൻ എ, വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ഫ്രം കൊല്ലം ടു കാസർഗോഡ്? കൊല്ലത്ത് നിന്നും കാസർഗോഡേക്കുള്ള ദൂരം അല്ലെ, കൊല്ലത്ത് നിന്നും കാസർഗോഡേക്കുള്ള ദൂരം എത്ര? അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതിയില്ലേ. ഇവിടെ നിന്നില്ലേ കൊല്ലത്ത് നിന്നും കാസർഗോഡേക്ക് എത്താൻ എത്ര ദൂരം എടുത്തു, എത്ര ദൂരമുണ്ടല്ലേ അവിടുന്ന് ഇവിടെ എത്താൻ? 585 5 എത്രയാണ്? ഇത് 65 ആണ്, 6ഉം 5 ആണ്. ഇപ്പോൾ 65 കിലോമീറ്റേഴ്സ് മൈനസ് ചെയ്യാം. 5 5 പോയാൽ 0, 8 6 പോയാൽ 2, 5 എന്നല്ലേ, 5 പോകാനില്ല. അപ്പോൾ 520 എന്ന് നമുക്ക് ആൻസർ കിട്ടി. 520 കിലോമീറ്റേഴ്സ് അല്ലേ, KM. കിലോമീറ്ററിനെ KM എന്ന് ഡിനോട്ട് ചെയ്യാം അല്ലേ. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ഫ്രം കണ്ണൂർ ടു കോഴിക്കോട്? കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേത് അവിടെ തന്നെ ഉണ്ട്. കോഴിക്കോടേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ, അവിടെ നിന്ന് ഇവിടെ എത്താൻ എത്ര ദൂരം ഉണ്ട് അല്ലേ, ഇതിൻ്റെ ഇടയിൽ എത്ര ഉണ്ട് അല്ലേ. അപ്പോൾ ഒന്നൊന്ന് മൈനസ് ചെയ്താൽ അതിൻ്റെ ഇടയിൽ എത്ര ഉണ്ടെന്ന് കിട്ടൂലേ. അപ്പോൾ 471 - 397. ഇപ്പോൾ 1 7 പോകില്ല, ഇല്ലല്ലോ. 1 7 ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത ആളെന്ന് കടം ചോദിക്കും. ഇവൻ്റെ ഇല്ല, ഇവൻ്റെ നിന്ന് പോകാത്തത് കൊണ്ട് ഇവിടുന്ന് കടം ചോദിക്കുമ്പോൾ ഇവൻ 1 കൊടുക്കുമ്പോൾ ഇതെന്തായി? 1 ഇങ്ങോട്ട് കൊടുത്തു, 1ൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ് ചെയ്യുക. ഇവൻ 1 കൊടുത്തപ്പോൾ 7 എന്താവും? 1 കുറഞ്ഞു അല്ലേ, 1 കൊടുത്തു അല്ലേ. ആ 1 പോയിട്ട് ഈ 1ൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇത് 11 ആയി, ഇത് 6 ആയി. 1 കൊടുത്തപ്പോൾ ഇതൊന്ന് കുറഞ്ഞും ചെയ്തു അല്ലേ. അപ്പോൾ 11 7 പോയാൽ എത്രയാണ്? 4 അല്ലേ. നെക്സ്റ്റ് 6 9 പോവോ? ഇല്ല അല്ലേ, 6 ചെറിയ നമ്പറാണ്. 6
6ൽ 9 ഉണ്ടോ? ഇല്ല, 6ൽ 9 പോവില്ല. അപ്പോൾ നമ്മളെന്താണ് ഇവിടുന്ന് കടം ചോദിക്കും അല്ലേ. അപ്പോൾ ഇയാളെന്താണ് ഒന്ന് കൊടുക്കുമ്പോൾ ഇത് 3 ആയി. ഒന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ 6ൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ് ചെയ്യുക അല്ലേ, മുന്നിൽ പോയി നിൽക്കും. അപ്പോൾ അത് 16 ആയില്ലേ. 16ന്ന് 9 പോയാൽ എത്രയാണ്? 7 ആണ്. ദെൻ 3ന്ന് 3 പോയാൽ എത്രയാണ്? 0. അപ്പോൾ 74 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 74 കിലോമീറ്റർ ആണ് എന്ത് കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്കുള്ള ദൂരം അല്ലേ. ഏത് പ്ലേസ് ചോദിച്ചാലും ഇതേപോലൊരു മോഡൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓരോ ദൂരം കാണാൻ, ഡിസ്റ്റൻസ് കാണാനല്ലേ, ഒരു സ്ഥലത്ത് നിന്നും ഒരു സ്ഥലത്തേക്ക് എത്ര ഉണ്ട് അല്ലേ, അതിൻ്റെ ഇടയിൽ ഉള്ള ദൂരമാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ഡിസ്റ്റൻസ് കാണാനൊരു ഷുവർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ. ഇൻ എ കാർ ജേണി ഫ്രം തിരുവനന്തപുരം ടു കാസർഗോഡ്, രാകേഷ് ഡ്രൈവ്സ് ദി കാർ ടിൽ തൃശ്ശൂർ ആൻഡ് ദെൻ രാധിക ഡ്രൈവ്സ് ദി കാർ ഫ്രം തൃശ്ശൂർ ടു കാസർഗോഡ്. ഹൂ ഡ്രൈവ്സ് മോർ? ഹൗ മച്ച് മോർ? കാർ യാത്ര അല്ലേ, കാർ ജേണിയാണ് ഫ്രം തിരുവനന്തപുരം ടു കാസർഗോഡ്. തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്കുള്ള യാത്രയാണ്. രാകേഷ് ഡ്രൈവ്സ് ദി കാർ ടിൽ തൃശ്ശൂർ. അതിൽ തൃശ്ശൂർ വരെയാണ് രാകേഷ് ഓടിച്ചത് അല്ലേ. തൃശ്ശൂർ വരെയാണ് രാകേഷ് ഓടിച്ചത്. തൃശ്ശൂർ എവിടെയാണ്? തൃശ്ശൂർ വരെയാണ് രാകേഷിന് ഞാൻ ഇവിടെ 6 കൊടുത്തിട്ടുണ്ട്. രാകേഷ് ഓടിച്ചത് തൃശ്ശൂരിലെ 304 കിലോമീറ്റർ. അതായത് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്കാണ് നമുക്ക് പോകേണ്ടത് അല്ലേ. അപ്പോൾ അത് കാസർഗോഡ് എത്തുന്നതിൻ്റെ മുന്നേ അല്ലേ തൃശ്ശൂർ വരെ, തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂർ വരെ അല്ലേ. അപ്പോൾ തൃശ്ശൂർ, ഇത് ഓരോന്നും തിരുവനന്തപുരത്ത് നിന്നും ഉള്ള ദൂരങ്ങളാണ് ഇതിലെ. തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരേക്കുള്ള ദൂരമാണ് 304 കിലോമീറ്റർ. പിന്നെ തൃശ്ശൂർ എത്തുന്നത് വരെ രാകേഷാണ് ഓടിച്ചത്. എന്നിട്ട് അവിടുന്ന് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ ആരാണ് ഓടിച്ചത്? രാധികയാണ് അല്ലേ. ആൻഡ് ദെൻ രാധിക ഡ്രൈവ്സ് ദി കാർ ഫ്രം തൃശ്ശൂർ ടു കാസർഗോഡ്. ഈ തൃശ്ശൂരിൽ നിന്നും കാസർഗോഡേക്ക് അല്ലേ ബാക്കി ദൂരം അല്ലേ, ബാക്കി ദൂരം ഓടിച്ചത് ആരാണ്? രാധികയാണ്. രാധിക. അങ്ങനെയാണെങ്കിൽ ആരാണ് കൂടുതൽ ദൂരം ഓടിച്ചത്? എത്ര കൂടുതൽ ഓടിച്ചിട്ടുണ്ട്? അപ്പോൾ രാകേഷിൻ്റെ ഇതില്ലേ തിരുവനന്തപുരത്ത് നിന്നുള്ള ദൂരമാണിത്. തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂർ വരെ 304 കിലോമീറ്റർ രാകേഷിൻ്റെ നമുക്ക് കിട്ടി. ഇനി രാധികയുടേത് കിട്ടണം അല്ലേ. രാധിക തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയാണ് ഓടിച്ചത് അല്ലേ. ബാക്കി തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ രാധിക ഓടിച്ചത്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കാസർഗോഡേക്ക് എത്ര ദൂരമുണ്ട് അല്ലേ? 585 304 അല്ലേ. 585 585 മൈനസ് 304 അല്ലേ. അതിൻ്റെ ഇടയിലുള്ള ദൂരം അല്ലേ. 5ന്ന് 4 പോയാൽ എത്രയാണ്? 1. 8ന്ന് 0 പോയാൽ 8 തന്നെയാണ്. 5ന്ന് 3 പോയാൽ 2. അപ്പോൾ 281 കിലോമീറ്റർ. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ഇത്രയും ദൂരം ആരെ ഓടിച്ചു? രാധിക ഓടിച്ചു. തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂർ വരെ ആരെ ഓടിച്ചു? നമ്മുടെ രാകേഷ്. എന്നിട്ട് തൃശ്ശൂരിൽ നിന്നും കാസർഗോഡ് അല്ലേ, കാസർഗോഡ് വരെ ആരാണ്? ഇവിടെ എത്തുന്നത് വരെ ആരാണ് ഓടിച്ചത്? രാധിക. ഇവിടെ ഉണ്ട്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്കാണ് നമുക്ക് പോകേണ്ടത് അല്ലേ. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തണം. അത് തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂർ വരെ രാകേഷ് ഓടിച്ചു. എന്നിട്ട് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ രാധിക ഓടിച്ചു. അങ്ങനെയാണ് അല്ലേ അവിടെ എത്തിയതില്ലേ. ഇവിടുന്ന് ഇവിടെ വരെ ഒരാളും അവിടുന്ന് അവിടെ. ഏറ്റവും കൂടുതൽ ഓടിച്ചത് ഇതിലാരാണ്? 304 അല്ലേ, രാകേഷാണ്. രാകേഷ് തൃശ്ശൂർ വരെ ഓടിച്ചിട്ടുണ്ടല്ലേ. ഏറ്റവും കൂടുതൽ രാകേഷാണ് ഓടിച്ചത്. രാധിക പിന്നെ അവിടുന്ന് അങ്ങോട്ട് കാസർഗോഡേക്ക് 281 കിലോമീറ്ററേ ഓടിച്ചിട്ടുള്ളൂ. അപ്പോൾ അത്ര കിലോമീറ്ററേ ഓടിച്ചിട്ടുള്ളൂ. രാകേഷാണ് കൂടുതൽ ഓടിച്ചത്. എത്ര കൂടുതൽ ഓടിച്ചിട്ടുണ്ട് അല്ലേ ഇവിടുന്ന് ഇവിടേക്ക് എത്താൻ അല്ലേ. 281 എത്ര കൂടുതലാണ്? 304 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 304ന്ന് 281 സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കുക, മൈനസ് ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കൂടുതലാണെന്ന് കിട്ടും? 4ന്ന് 1 പോയാൽ എത്രയാണ്? 3. ദെൻ 0ന്ന് 8 പോവില്ല. അപ്പോൾ നമ്മളെന്താണ് തൊട്ടടുത്തുനിന്ന് കടം ചോദിക്കുമ്പോൾ ഇയാളൊന്ന് കൊടുക്കുക പറഞ്ഞാൽ 0ൻ്റെ അടുത്ത് പോയി നിൽക്കും. 3ന്ന് 1 പോയില്ലേ, 3 അയാൾക്കൊന്ന് കൊടുത്തത് അല്ലേ. അപ്പോൾ 3 2 ആയില്ലേ, 3 2 ആയി. 2 അപ്പോൾ 10ന്ന് 8 പോയാൽ പിന്നെ 2 അല്ല ബാലൻസ് ഉള്ളത്. 10ന്ന് 8 പോയാൽ 2, 2ന്ന് 2 പോയാൽ 0 അല്ലേ. 23 കിലോമീറ്റർ. 23 കിലോമീറ്റർ കൂടുതലാണ് ആരോടിച്ചത്? രാകേഷ് ഓടിച്ചത് അല്ലേ. രാകേഷ് 304 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. 281ന്ന് 23 കിലോമീറ്റർ കൂടുതലല്ലേ. 23 ആഡ് ചെയ്താലും 304 കിട്ടി. അത്രയും കിലോമീറ്റർ കൂടുതലല്ലേ, 304 അല്ല കൂടുതൽ, അത്രയും രാകേഷ് ഓടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5, മെഷർ ദി ഡിസ്റ്റൻസ്. Winnie and her friends are participating in long jump competition. Look at the distance covered by each one. ബിന്നിയും അവളുടെ സുഹൃത്തുക്കൾ എന്താണ് ലോങ് ജമ്പിന് മത്സരിക്കുന്നുണ്ട് അല്ലേ, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചാടിയ ഡിസ്റ്റൻസ് ദൂരങ്ങൾ തന്നിട്ടുണ്ട്. ബെന്നി എത്രയാണ്? 1 മീറ്റർ 45 സെൻറ്റിമീറ്റേഴ്സ് ചാടിയിട്ടുണ്ട് ലോങ് ജമ്പിൽ. നിധി ചാടിയ ദൂരം 160 സെൻറ്റിമീറ്റേഴ്സിൽ, അത്രയും ദൂരം ചാടിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ചാടിയ ദൂരങ്ങൾ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എ, ഫൈൻഡ് ദി ടോപ്പ് 2 പേഴ്സൺസ് ഇൻ ദി കോമ്പറ്റീഷൻ അല്ലേ. ടോപ്പ് 2 അല്ലേ, ഫസ്റ്റും സെക്കൻഡ് ആർക്കാണ് കിട്ടിയത്? പൊസിഷൻ, ഫസ്റ്റ് പൊസിഷനും സെക്കൻഡ് പൊസിഷനും അല്ലേ ആർക്കാണ് കിട്ടിയത്? എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ട്? അപ്പോൾ ഏറ്റവും കൂടുതൽ ദൂരം ചാടി
ചാടിയ ആളല്ലേ വിജയിക്കുക. ലോങ് ജമ്പിന് ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ ചാടിയ ആളാണ് വിജയിക്കുക. അപ്പോൾ ഏറ്റവും വലിയ ചാടിയത് ഇതിലേതാണ് ഏറ്റവും വലിയ സംഖ്യ. അപ്പോൾ നിങ്ങൾക്കറിയാം 100 സെൻറ്റിമീറ്റർ ആണ് എന്ത് 1 മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സ്കെയിലുള്ളത് അല്ലേ, സെൻറ്റിമീറ്റേഴ്സ് അല്ലേ. 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലില്ലേ, 20, 30 അങ്ങനെ 100 സെൻറ്റിമീറ്റർ നീളം, അത്രയും നീളമാവുന്നതിനാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. 1 മീറ്ററാണ് വലുത് അല്ലേ, 1 മീറ്റർ അല്ലേ, 1 സെൻറ്റിമീറ്ററിനേക്കാളും വലുത് 1 മീറ്ററാണ്. 100 സെൻറ്റിമീറ്ററുകളാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ചാടി കയറിയിട്ട് ഇതിൽ മീറ്ററില്ലേ, സെൻറ്റിമീറ്റർ ചെറുത്, മീറ്ററാണ് വലുത്. ആ മീറ്ററിലുള്ളത് അതാ 50 സെൻറ്റിമീറ്റർ, ഇതാണ് വലുതെന്ന് ചാടി കയറി ചെയ്തരുത്. ഏറ്റവും വലുത് 200 സെൻറ്റിമീറ്റേഴ്സാണ്. ഇത് 1 മീറ്ററും 50 സെൻറ്റിമീറ്ററും അല്ലേ. അപ്പോൾ 150 സെൻറ്റിമീറ്റർ ഉള്ളൂ, പക്ഷേ ഇത് 200 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ 200 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ഇത് റിമിയാണ് ഫസ്റ്റ്. റിമി അല്ലേ, റിമി ഞാൻ 6 എഴുതിയിട്ടുണ്ട്. റിമി അല്ലേ, റിമിയാണ് 200 സെൻറ്റിമീറ്റർ. 200 സെൻറ്റിമീറ്റർ എന്നാൽ 2 മീറ്റർ അല്ലേ. 200 സെൻറ്റിമീറ്റർ എന്നാൽ 2 മീറ്ററാണ് അല്ലേ. 100 സെൻറ്റിമീറ്റർ എന്നാൽ 1 മീറ്റർ, 200 സെൻറ്റിമീറ്റർ എന്നാൽ 2 മീറ്ററാണ്. അപ്പോൾ 2 മീറ്റർ അല്ലേ വലുത്. ഇവിടെ എവിടെയും 2 മീറ്റർ ഇല്ലല്ലോ. 1 മീറ്ററും 50 സെൻറ്റിമീറ്ററും 1 മീറ്റർ അത്ര 2 മീറ്റർ ഇല്ല അല്ലേ. ഇത് 2 മീറ്റർ ഉണ്ട്. ഓക്കെ, സെക്കൻഡ് പൊസിഷൻ ഏതാണ് അങ്ങനെയാണെങ്കിൽ? ഓക്കെ, നെക്സ്റ്റ് 1 മീറ്ററും 50 ഉണ്ട്, 45, 85 അല്ലേ വലുത്. 1 മീറ്ററും 85 അല്ലേ, 185, 185 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ട് ആർക്ക്? വിന്നിക്ക് അല്ലേ. അപ്പോൾ വിന്നിക്കാണ് എന്ത് സെക്കൻഡ് സ്ഥാനം അല്ലേ, 2ാം സ്ഥാനം കിട്ടിയത് വിന്നിക്കാണ്. അതായത് 185 സെൻറ്റിമീറ്റേഴ്സ് അല്ലേ, 185 സെൻറ്റിമീറ്റർ അല്ലേ. 1 മീറ്ററും 85 സെൻറ്റിമീറ്റേഴ്സും അല്ലേ. 1 മീറ്റർ പറഞ്ഞാൽ എത്രയാണ്? 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. നമ്മൾ സെൻറ്റിമീറ്ററിലാക്കുമ്പോൾ അല്ലേ 1 മീറ്റർ പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. 100ഉം 85 എത്രയാണ്? 185 അല്ലേ, 185 അല്ലേ. 100ഉം 85ഉം 185 സെൻറ്റിമീറ്റേഴ്സ്. ഇനി അടുത്തത് ബി ക്വസ്റ്റ്യൻ ഫ്രം ദി ടേബിൾ ഫൈൻഡ് ഔട്ട് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലാർജസ്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കവേർഡ്. അപ്പോൾ ലാർജ് ഡിസ്റ്റൻസും ഷോർട്ട് ഡിസ്റ്റൻസും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ഫസ്റ്റ് 2 പൊസിഷനാണ്. ഇത് ഏറ്റവും വലുതും ചെറുതുമാണ് ചോദിച്ചത്. ഫസ്റ്റ് 2 പൊസിഷൻ തമ്മിലുള്ളതല്ല. അപ്പോൾ ഷോർട്ടസ്റ്റും ലാർജസ്റ്റും. ലാർജസ്റ്റ് ഫസ്റ്റ് പൊസിഷൻ 2 മീറ്റർ റിമിയുടേതാണ്, അത് 200 ആണ്. ഓക്കെ, ദെൻ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏറ്റവും ചെറുത് ഇതിലേതാണ്? 85 അല്ലെ 50 145 അല്ലേ, ബിന്നിയുടേതാണ് ഏറ്റവും ചെറുത്. 1 മീറ്റർ പറഞ്ഞാൽ എത്രയാണ്? 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം അല്ലേ. ഇതൊക്കെ സെൻറ്റിമീറ്ററാണ് ഏറ്റവും വലുത് അല്ലേ, 200 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതും സെൻറ്റിമീറ്ററിൽ വേണം ആക്കാൻ അല്ലേ. അപ്പോൾ ഇത് 1 മീറ്റർ പറഞ്ഞാൽ എത്രയാണ്? 1 മീറ്റർ പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 1 മീറ്റർ പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 100ഉം 45ഉം എത്രയാണ്? 145 145 100 4 5 അല്ലേ. അതിങ്ങനെ ചേർത്ത് എഴുതിയാൽ മതി അല്ലേ. 145 200 145 സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. അതായത് ഇവിടെ എത്രയാണ് ഉള്ളത്? 200 145 പോയാലല്ലേ, 200 145 പോയാൽ 45ഉം 5ഉം അല്ലേ. അപ്പോൾ എന്തായി? 50 ആയി. പിന്നെ ഒരു 50 ഉണ്ട് അല്ലേ. 55 കൂടിയല്ലേ ഒരു 55. 145 ഒരു 55 കൂട്ടിയാൽ എത്രയാണ്? 200 കിട്ടി. അതായത് നമ്മൾ 200 145 മൈനസ് ചെയ്താൽ 55 ആണ്. അപ്പോൾ എത്രയാണ് ഡിഫറൻസ്? എത്രയാണ്? 55 ഉണ്ടല്ലേ. 200 ആണ് ഏറ്റവും വലിയ ഡിസ്റ്റൻസ്. ഏറ്റവും ചെറുത് എത്രയായിരുന്നു? 145 അല്ലേ, 145 ആണ്. അപ്പോൾ ഇതിന്ന് 200 145 പോയാൽ എത്രയാണ്? 55 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്റർ ആണ് യൂണിറ്റ് അല്ലേ, സെൻറ്റിമീറ്റർ ആണ്. 200 സെൻറ്റിമീറ്ററിന് 145 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ 55 സെൻറ്റിമീറ്റർ ആണ് യൂണിറ്റ് വരിക. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് മെഷർമെൻറ്റ് ക്യാൻ ബി ദി ലെങ്ത് ഓഫ് എ പെൻസിൽ. ഒരു പെൻസിലിൻ്റെ ലെങ്ത് ആവാൻ സാധ്യതയുള്ള മെഷർമെൻറ്റ് ഇതിലേതാണ്? ടിക്ക് ദി റൈറ്റ് ആൻസർ. അപ്പോൾ 180 സെൻറ്റിമീറ്റർ ഉണ്ടാവും ഒരു പെൻസിൽ. നമ്മൾ സ്കെയിലിൻ്റെ നീളം എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ അതിനോടടുത്തുള്ളത് ഏതാണ്? 18 സെൻറ്റിമീറ്റർ അല്ലേ. 18 സെൻറ്റിമീറ്റർ ഉള്ള ഒരു പെൻസിലിൻ്റെ നീളം ഉണ്ടാവുക അല്ലേ. മീറ്ററൊക്കെ ഉണ്ടാവുമോ? അങ്ങനത്തെ 100 സെൻറ്റിമീറ്റർ ചേർന്നതാണ് 1 മീറ്റർ അറിയുന്നത്. അപ്പോൾ അത്രയും മീറ്ററൊക്കെ ഒരു പെൻസിലിന് നീളം ഉണ്ടാവുമോ? സെൻറ്റിമീറ്ററിലാണ് പെൻസിൽ ഉണ്ടാവുക. 18 സെൻറ്റിമീറ്ററൊക്കെ ഒരു പെൻസിലിന് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ആക്ടിവിറ്റി 6 6ാമത്തെ ആക്ടിവിറ്റി സയൻസ് ഫെസ്റ്റിവൽ. ദി ടേബിൾ ബിലോ ഷോസ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ വേരിയസ് കോമ്പറ്റീഷൻ ഓൺ ഈച്ച് ഡേ ഓഫ് ദി 2 days സബ് ഡിസ്ട്രിക്ട് സയൻസ് ഫെസ്റ്റിവൽ. ഡിസ്ട്രിക്റ്റ് സയൻസ് ഫെസ്റ്റിവലില്ലേ, ശാസ്ത്രമേളയിൽ പങ്കെടുത്ത കുട്ടികളുടെ ഓരോ ദിവസത്തെയും മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണമാണില്ലേ, നമ്പേഴ്സാണ് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർ എന്തിലൊക്കെ സയൻസ് ഫെയറിൽ പങ്കെടുത്തവരില്ലേ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ്, എത്ര കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം അല്ലേ. പാർട്ടിസിപ്പേറ്റ് ചെയ്ത സ്റ്റുഡൻസ് 212. ഫസ്റ്റ് ഡേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് സെക്കൻഡ് ഡേത്തതാണ്. എത്ര കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസിലെ.
അപ്പോൾ എത്ര ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്നും തന്നിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ ഓഫ് 2 days. 2 ദിവസത്തതും വർക്ക് എക്സ്പീരിയൻസിൻ്റെ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എണ്ണമാണ്. വർക്ക് എക്സ്പീരിയൻസ് എവിടെയാണ്? ഇവിടെ ഉണ്ട് വർക്ക് എക്സ്പീരിയൻസ്. 2 ഡേയ്സിൽ ഡേ 1ഉം ഡേ 2ഉം അല്ലേ, ടോട്ടലാണ് ചോദിച്ചത്. ഓൺ 2 days 2 ദിവസത്തെയും ടോട്ടലാണ്. അപ്പോൾ എത്രയാണ്? ഫസ്റ്റത്തെ ഡേയ്സിൽ 145ഉം രണ്ടാമത്തെ ഡേയിൽ 122ഉം. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 5ഉം 2 എത്രയാണ്? 7. 4, 5, 6. 1ഉം 1ഉം 2 അല്ലേ. സോ 267 ആണ് ടോട്ടൽ. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ സബ് ഡിസ്ട്രിക്ട് സയൻസ് ഫെസ്റ്റിവൽ. സയൻസ് ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ആകെ കുട്ടികൾ, ഓരോന്നും എടുത്തിട്ടല്ല ആകെ അല്ലേ, മൊത്തം എത്ര കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡേ 1ൻ്റെ ടോട്ടലും ഡേ 2ൽ എത്ര പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ട് അത് രണ്ടും ടോട്ടൽ, അത് രണ്ടും ആഡ് ചെയ്യണം. ടോട്ടൽ ആകെ സ്റ്റുഡൻസിൻ്റെ എണ്ണം അല്ലേ, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ ഇത് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം അല്ലേ. 5, 6, 7, 8, 9, 10. 10ന് 0, 1 ബാലൻസ്. 4ഉം 4ഉം 8, 8ഉം 1ഉം 9ഉം 10ഉം വീണ്ടും 0, 1 ബാലൻസ്. അപ്പോൾ എന്താണ്? 1ഉം 1ഉം 2, 2ഉം 2ഉം 4ഉം 1ഉം 5 അല്ലേ. 500 ഇവിടെ കിട്ടി. നെക്സ്റ്റ് ഇവിടെ അല്ലേ, ഇവിടെ തന്നെ ആഡ് ചെയ്യാം. 7, 8, 9, 9ഉം 8ഉം 17ന് 7, 1 ബാലൻസ്. 4, 5, 6, 7, 8. നെക്സ്റ്റ് 1ഉം 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 3 അല്ലേ, 387 എന്ന് കിട്ടി രണ്ടാമത്തെ ഡേയിലുള്ളത്. അപ്പോൾ ടോട്ടൽ കാണാൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക അല്ലേ. 500ഉം 387 എത്രയാണ്? 500 പ്ലസ് 387 അല്ലേ. ടോട്ടൽ ആകെ കാണാൻ രണ്ടും കൂടി ആഡ് ചെയ്താൽ 500, 600, 700, 800 അല്ലേ. അപ്പോൾ എന്താണ്? 0ഉം 7, 0ഉം 8ഉം ആഡ് ചെയ്താൽ 8. 5ഉം 3 എത്രയാണ്? 5, 6, 7, 8 അല്ലേ. 887. 887 ആണ് ടോട്ടൽ അല്ലേ, ആകെ കുട്ടികളുടെ എണ്ണം. 500ലേക്ക് 387 ആഡ് ചെയ്താൽ ഡയറക്റ്റ് തന്നെ ആഡ് ചെയ്യാം അല്ലേ. 500, 600, 700, 887. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ ഹൗ മെനി മോർ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഓൺ ദി ഫസ്റ്റ് ഡേ ദാൻ ഓൺ ദി സെക്കൻഡ് ഡേ. ഒന്നാം ദിവസം രണ്ടാം ദിവസത്തിനേക്കാൾ എത്ര കൂടുതൽ കുട്ടികൾ പങ്കെടുത്തു? ഒന്നാം ദിവസമാണ് കൂടുതൽ കുട്ടികൾ പങ്കെടുത്തത് അല്ലേ, ഫസ്റ്റ് ഡേ ആണ്. എത്ര കൂടുതലാണ് പങ്കെടുത്തത് അല്ലേ? ഫസ്റ്റ് ഡേയിൽ 500 സ്റ്റുഡൻസ് ഉണ്ട്, സെക്കൻഡ് ഡേയിൽ 387 ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ ദിവസത്തേക്കാൾ സെക്കൻഡ് ഡേക്കിനേക്കാൾ എത്ര കുട്ടികളാണ് ഒന്നാം ദിവസം പങ്കെടുത്തത്? ഇവിടുന്ന് എത്ര ആഡ് ചെയ്തിട്ടാണ് 500 കിട്ടിയത്? 387 നമുക്കൊരു 113 അല്ലേ, 113 ആഡ് ചെയ്താൽ 500 കിട്ടി. അത് കിട്ടാൻ ഇതിൽ ഇത് മൈനസ് ചെയ്താൽ മതി. 500ന്ന് 387 മൈനസ് ചെയ്യുക. 500 മൈനസ് 387 അതിന് മൈനസ് ചെയ്താൽ നമുക്ക് 113 അല്ലേ, 113 എന്ന് കിട്ടും. 387 ഒരു 113 ആഡ് ചെയ്താൽ 500 കിട്ടില്ലേ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷത്തെ 2024-25 ക്രിസ്മസ് എക്സാമിന് ചോദിച്ചത്. അപ്പോൾ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കണ്ടിട്ട് എല്ലാവരും ചെയ്ത് പഠിക്കുക. ഇതുപോലത്തെ ഒട്ടേറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 3 ക്രിസ്മസ് എക്സാം എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാ സബ്ജക്റ്റുകളും അവൈലബിൾ ആണ്. വീഡിയോയുടെ എൻഡിൽ കാണുന്ന സ്ക്രീനിൽ തൊട്ടാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ലഭിക്കുന്നതാണ്.